ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। मूकं करोति वाचालं भङ्गं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरोर्दीनतारिणं श्रीचैतन्यमीश्वरं परमानन्दमाधवम्। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति सुपदान्तिकम्। नमो ओं विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधनामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। जय श्री चैतन्य चरितामृतम की जय, जय श्री प्रभुपाद की जय, गुरु महाराज की जय, हरि ओम तत्सत। ഹരേ കൃഷ്ണ. ഇന്ന് എനിക്ക് 3 പേജസ് ആണ് മാതാജി അയച്ചു തന്നിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത് സമയം കിട്ടാതെ വന്നു. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഒരു പേജ് വായിച്ചിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം. അതായിരിക്കും കുറച്ചുകൂടെ ടൈം മാനേജ്മെന്റ് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പൊ ആദ്യം പേജ് നമ്പർ 9 അത് വായിക്കാം. ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവായ ശ്രീല കൃഷ്ണദാസ കവിരാജൻ ആ ചോദ്യത്തിന് ഇവിടുത്തെ 3-ാം ശ്ലോകത്തിൽ ഉത്തരം നൽകുന്നു. ഉപനിഷത്തുകളിൽ പൊതുവെ പരമോന്നതമായ ആത്യന്തിക സത്യം അവ്യക്തിഗത രീതിയിലാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈശോപനിഷത്തിൽ ആത്യന്തിക സത്യത്തിന്റെ വ്യക്തിഗത വശം പ്രതിപാദിക്കുന്നു. അവിടെ നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ശ്ലോകം കാണാം. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷൻ അപാദു സത്യധർമായ ദൃഷ്ടയെ. എല്ലാ ജീവജാലങ്ങൾക്കും ആധാരമായ ഭഗവാനെ, അങ്ങയുടെ യഥാർത്ഥ മുഖം അങ്ങയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശോഭയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദയവായ ആവരണം നീക്കി അങ്ങയുടെ പരിശുദ്ധന് അങ്ങേ സ്വയം പ്രദർശിപ്പിച്ചാലും. ഈശോപനിഷത്തിലെ 15-ാമത്തെ ശ്ലോകമാണിത്. അവ്യക്തിഗതവാദികൾക്ക് ഈശ്വരന്റെ പ്രഭാപൂരത്തിനപ്പുറം പോകാനും ആരിൽ നിന്നാണോ തേജസ് ഉദ്ഭവിക്കുന്നത് ആ പരമവിഷ്ണുവിൽ ചെന്നെത്താനുമുള്ള ശക്തിയില്ല. ആ പരമപ്രഭുവിനെ സ്തുതിക്കുന്ന ഒരു ഗീതമാണ് ഈശോപനിഷത്ത്. അവ്യക്തിഗത ബ്രഹ്മത്തിന്റെ അസ്തിത്വം നിഷേധിക്കപ്പെടുന്നില്ല, അതും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ ബ്രഹ്മം കൃഷ്ണഭഗവാന്റെ ശരീരത്തിന്റെ പ്രകാശമായാണ് വെളിപ്പെടുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു ആ കൃഷ്ണൻ തന്നെയാണെന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ നാം പഠിക്കുകയും ചെയ്യും. അതായത് ശ്രീകൃഷ്ണ ചൈതന്യനാണ് അവ്യക്തിഗത ബ്രഹ്മത്തിന്റെ അടിസ്ഥാനം. എല്ലാ ജീവസത്തകളുടെയും ഹൃദയത്തിനുള്ളിലും വിശ്വപ്രപഞ്ചത്തിലെ ഓരോ പരമാണുവിലും സന്നിഹിതനായ പരമാത്മാവ് ചൈതന്യ ഭഗവാന്റെ ഭാഗിക പ്രാതിനിധ്യം തന്നെയാണ്. അതിനാൽ ബ്രഹ്മത്തിന്റെയും സർവ്വവ്യാപിയായ പരമാത്മാവിന്റെയും അടിസ്ഥാനമാകുന്ന പരമപുരുഷനാണ് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു. അവിടുന്ന് 6 ഐശ്വര്യങ്ങളാൽ പൂർണ്ണനാണ്. ധനം, കീർത്തി, ശക്തി, സൗന്ദര്യം, ജ്ഞാനം, പരിത്യാഗം. ചുരുക്കത്തിൽ അവിടുന്ന് പരമേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാനാണെന്നും അവിടത്തേക്ക് തുല്യമായോ ഉപരിയായ യാതൊന്നുമില്ലെന്നും നാം അറിഞ്ഞിരിക്കണം. അതിലും കൽപ്പിക്കാൻ മറ്റൊന്നുമില്ല. അവിടുന്ന് പരമോന്നത വ്യക്തിത്വമാകുന്നു. ഇത് പേജ് നമ്പർ 9 അതാണ് വായിച്ചത്. അപ്പൊ ഇതിന്റെ ഒരു എസൻസ് എന്ന് പറഞ്ഞാല് ഇതിൽ തുടക്കത്തിൽ തന്നെ ആ ഈശോപനിഷത്തിനെ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം ഉപനിഷത്തുകൾ 108 എണ്ണാണുള്ളത്. അപ്പൊ ഈ 108 ഉപനിഷത്തുകളില് 10 ഉപനിഷത്തുകൾ വളരെ പ്രധാനമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. അതിനെ ദശോപനിഷത്ത് എന്ന് പറയും. പ്രത്യേകിച്ച് ശങ്കരാചാര്യ സ്വാമികളൊക്കെ ഈ ദശോപനിഷത്തിനാണ് വ്യാഖ്യാനം ചമച്ചിട്ടുള്ളത്. പക്ഷെ ശ്രീല പ്രഭുപാദർ ഈ 10 ഉപനിഷത്തുകളിലും വെച്ച് ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് ഈശോപനിഷത്തിനാണ്. അത് മാത്രമല്ല, നമുക്കറിയാം ഈ ഭക്തിശാസ്ത്രിയൊക്കെ പഠിക്കുന്നവർക്ക് ഈശോപനിഷത്ത് ഒരു സെപ്പറേറ്റ് മോഡ്യൂളാണ്. ഭഗവത്ഗീത 3 മോഡ്യൂൾസ്, ഈശോപനിഷത്ത്, ഭക്തിരസാമൃത സിന്ധു, ഉപദേശാമൃതം. അപ്പൊ ഈശോപനിഷത്തും ഒരു മോഡ്യൂളാണ്. അപ്പൊ ഈശോപനിഷത്തിന് ഇത്രയധികം പ്രാമുഖ്യം വരാൻ എന്താണ് കാരണം? അല്ലെങ്കിൽ മറ്റ് ഉപനിഷത്തുകളെയൊക്കെ അപേക്ഷിച്ച് ശ്രീല പ്രഭുപാദർ എന്തുകൊണ്ട് ഈശോപനിഷത്തിന് മാത്രം വ്യാഖ്യാനം ചമച്ചു എന്നുള്ളതിന്റെ ഉത്തരം കൂടിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഈശോപനിഷത്തിന്റെ പ്രത്യേകത മറ്റു ഉപനിഷത്തുകളെ അപേക്ഷിച്ച് ഈശോപനിഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മറ്റു ഉപനിഷത്തുകളിൽ ഭഗവാന്റെ അവ്യക്തിഗത ഭാവത്തെയാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് ഭഗവാന് 3 ഭാവമുണ്ട്. നമ്മൾ ഭാഗവത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ബ്രഹ്മേതി, പരമാത്മേതി, ഭഗവാനിതി ശബ്ദതേ. ഭഗവാനെ നമുക്ക് 3 രീതിയിൽ കാണാം: ബ്രഹ്മമായിട്ട്, പരമാത്മാവായിട്ട്, ഭഗവാനായിട്ട്. അപ്പൊ മറ്റു ഉപനിഷത്തുകളൊക്കെ ഭഗവാന്റെ അവ്യക്തിഗത ഭാവം, ബ്രഹ്മഭാവം, പരമാത്മഭാവത്തെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ
ഈശോപനിഷത്താണ് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ വ്യക്തിഗത ഭാവത്തെ എടുത്തു പറയുന്നത്. ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്ന ഒരു ഉപനിഷത്താണ് ഈശോപനിഷത്ത്. അതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ അതിനാണ് ശ്രീല പ്രഭുപാദര് ഈ 15ാമത്തെ ശ്ലോകം കോട്ട് ചെയ്തിരിക്കുന്നത്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? സത്യസ്യാപിഹിതം മുഖം എന്നാണ് പറയുന്നത്. അങ്ങയുടെ യഥാർത്ഥ മുഖം എനിക്കൊന്ന് കാട്ടിത്തന്നാലും എന്നാണ് പറയുന്നത്. മുഖം എന്ന് പറയുന്നെങ്കിൽ അതൊരു വ്യക്തിയായിരിക്കും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശമാണല്ലോ. പ്രകാശത്തിന് മുഖം വരില്ലല്ലോ, അല്ലെ? അപ്പൊ മുഖത്തെ കാട്ടിത്തരണം എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്ന് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു. അത് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം എന്ന് പറയുന്നത് മുഖം തന്നെയാണ്, അല്ലെ? അതാണ് ഈ നമ്മള് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ വിവാഹത്തിനൊക്കെ പോകുമ്പോ പഴയ കാലത്തില് ട്രഡീഷണൽ മാരേജസ് ഇപ്പം മാറിയിട്ടുണ്ട്. വധുവിന്റെ മുഖം ഇങ്ങനെ മറച്ചിരിക്കും, ഒരു സാരി തലപ്പ് കൊണ്ട് മറച്ചിരിക്കും. അപ്പം വധുവിന്റെ മുഖം അങ്ങനെ ആർക്കും കാണാൻ പറ്റില്ല, വരന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഒരാളുടെ വ്യക്തിത്വത്തെ ഡിഫൈൻ ചെയ്യുന്ന അംഗം, ഒരു ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് ആണ് മുഖത്തെ നമ്മൾ കാണാറുള്ളത്. അപ്പോ ഇവിടെ മുഖം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ടുണ്ട്. അപ്പോ ഈ ഒരു സന്ദർഭത്തില് ഒരാൾ ചോദിച്ചു, ഈ സാധാരണ ഈ ഭക്തന്മാരൊക്കെ ഈ അമ്പലത്തിലൊക്കെ പോകുന്നത് ഭഗവാന്റെ അടുത്തിട്ട് പോയിട്ട് ഓരോരോ ആവശ്യങ്ങൾ നേടാനല്ലേ, ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നേടാനാണല്ലോ എല്ലാവരും അമ്പലത്തിൽ പോകുന്നത്, ഇത് ശരിയാണോ എന്നൊരാൾ ചോദിച്ചു. അപ്പോ ഒരു രീതിയിൽ നോക്കിയാൽ ശരിയല്ല, പക്ഷെ മറ്റൊരു രീതിയിൽ നോക്കിയാൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാളും എത്രയോ ഉത്തമമാണ് നമ്മുടെ ഭഗവാന്റെ അടുത്ത് പോയി നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത്. ശരി, അപ്പൊ അതിനേക്കാളും ഉയർന്നൊരു തലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് ഭഗവാന്റെ അടുത്ത് പോകുന്നത്, അമ്പലത്തിൽ പോകുന്നത് ഭഗവാന്റെ അടുത്ത് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ ചോദിച്ച് നേടാനല്ല, മറിച്ച് കുറച്ചുകൂടി നമ്മൾ ഭക്തിയിൽ ഉയർന്നു കഴിയുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് വരും. എന്താണ്? നമ്മുടെ അച്ഛനും അമ്മയും സുഹൃത്തും ഒക്കെയാണ് ഭഗവാൻ. അപ്പൊ ആ ഭഗവാന് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയില്ലേ? ഭഗവാൻ സർവ്വവ്യാപിയാണ്, നമ്മുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന് ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ലേ? അപ്പൊ അത് നമ്മൾ പറയണം. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ് വരുമ്പോ നമ്മള് ഭക്തന്മാർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ പറയും, ഭഗവാനെ എനിക്ക് എന്താണ് ആവശ്യമെന്ന് അങ്ങേക്ക് അറിയാം, എനിക്ക് എന്താണ് നല്ലത്, എനിക്ക് എന്താണ് നല്ലതല്ലാത്തത് എന്നും അങ്ങേക്കറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് നന്മ തരുന്നത് എന്തോ അതെനിക്കായിട്ട് ചെയ്തു തന്നാലും എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പൊ തുടക്കത്തിൽ നമ്മൾ പലവ്യഞ്ജനക്കടയിൽ ലിസ്റ്റും കൊണ്ടുപോകുന്നത് പോലെ, അരി പരിപ്പ് പഞ്ചസാര എന്നൊക്കെ പറയുന്നത് പോലെ വലിയ ലിസ്റ്റുമായിട്ട് പോകും. നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ജ്ഞാനം ഉണ്ടാവുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയാ പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചാൽ, ഭഗവാനെ എനിക്ക് എന്താണ് നല്ലത് അതങ്ങ് എനിക്ക് തന്നാലും. പക്ഷെ വീണ്ടും കുറച്ചുകൂടി ചിന്തിക്കുമ്പോൾ ഒരു ഭക്തന് മനസ്സിലാവും, എനിക്ക് എന്താണ് നല്ലത് അതെന്താണെന്ന് കണ്ടെത്തി അത് ദയവ് ചെയ്ത് തന്നാലും എന്ന് ഭഗവാന്റെ അടുത്ത് പറയേണ്ട കാര്യം. ഭഗവാൻ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ഒരു തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് നല്ലത് എന്ന് ആ കുഞ്ഞുങ്ങളെക്കാളും വ്യക്തമായിട്ട് അച്ഛനമ്മമാർക്ക് അറിയാം, അല്ലെ? ഒരു കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ ആ കുട്ടിയല്ല താൻ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത്, ആ കുട്ടിയല്ല എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത്, ആ കുട്ടിയല്ല ഏത് സ്കൂളിൽ ചേരണമെന്ന് തീരുമാനിക്കുന്നത്. ഇതെല്ലാം അച്ഛനമ്മമാരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെക്കാളും നന്നായിട്ട് അറിയാം ആ കുഞ്ഞിന് നന്മ തരുന്നത് എന്താണെന്ന്. അപ്പോ ആ സ്റ്റേജിൽ വരുമ്പോ നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല ഭഗവാന്റെ അടുത്ത്. എന്നാലും ഉത്തമ ഭക്തന്മാർ അമ്പലത്തിൽ പോകാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ആ സുന്ദരമായ ആ മുഖത്തെ, ആ സുന്ദരമായ ആ അംഗങ്ങളെ ദർശനമെടുക്കണം. വേണം കുണന്തമരവിന്ദ ദളായുധാക്ഷം രഥാവതം സമസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. ആയിരക്കണക്കിന് കോടിക്കണക്കിന് കാമദേവന്മാരുടെ സൗന്ദര്യത്തെക്കാളും മികച്ച സൗന്ദര്യമുള്ള ആ ഭഗവത് സൗന്ദര്യത്തെ ആസ്വദിക്കുവാനാണ് പിന്നീട് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോ ഇത് പറഞ്ഞു വരാൻ കാരണം, ഇങ്ങനെ
ഒരു ഉത്തമ അവസ്ഥയിൽ ഭഗവാന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്നാണ് ഉത്തമ ഭക്തന്മാർ പറയുന്നതെങ്കിൽ അതിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഭഗവാൻ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു മുഖമുണ്ട്. ആ മുഖം വളരെയധികം സൗന്ദര്യമേറിയതാണ്. അല്ലാതെ ഭഗവാൻ ഒരു പ്രകാശമല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് ആചാര്യന്മാരുടെ അല്ലെങ്കിൽ ഉത്തമ ഭക്തന്മാരുടെ പ്രാർത്ഥനകളിൽ നിന്നും അവരുടെ അവരെന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് എന്നതിന്റെ ഉദ്ദേശത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഉപനിഷത്തുകളിൽ വെച്ച് ഭഗവാന്റെ വ്യക്തിഗത ഭാവത്തെ വളരെ ക്ലിയർ ആയിട്ട് അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ശ്രീല പ്രഭുപാദർ ഈശോപനിഷത്തിന് വ്യാഖ്യാനം ചമച്ചതും അതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായി ഭക്തിശാസ്ത്രി കോഴ്സിൽ ഉൾപ്പെടുത്താൻ കാരണമൊക്കെ ആ വ്യക്തിഗത ഭാവത്തെ ഈശോപനിഷത്ത് എടുത്തു പറയുന്നതും. അപ്പൊ ഈ ബ്രഹ്മം അല്ലെങ്കിൽ ഈ അവ്യക്തിഗത ഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെ ശരീരത്തിൽ നിന്നും വരുന്ന തേജസ്സാണ്. അപ്പൊ നമുക്കത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ തേജസ് ഒന്നും വരാറില്ല. പക്ഷെ ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ഒരു പ്രത്യേക തേജസ് വരും. അതാണ് നമ്മൾ ഈ പഴയ ചിത്രങ്ങളിലൊക്കെ നോക്കിയാൽ, ഇപ്പൊ കൃഷ്ണന്റെ രാമന്റെ ഒക്കെ ചിത്രം നോക്കിക്കഴിഞ്ഞാല് ആ ബാക്കില് ഭഗവാന്റെ ശിരസിന്റെ ബാക്കില് ഒരു 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 പ്രകാശ വലയം കാണാൻ പറ്റും. പക്ഷെ അത് യഥാർത്ഥത്തില് ഭഗവാന്റെ ശിരസിന്റെ അവിടെ മാത്രമല്ല, ഭഗവാന്റെ ശരീരത്തിൽ നിന്നുടനീളം ആ പ്രകാശം വമിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങേയറ്റം ആകർഷകമായിട്ടുള്ള പ്രകാശമാണ്. ആ പ്രകാശത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാവും, ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റും. വളരെ സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ബ്രഹ്മം. പക്ഷെ അതല്ല ഭഗവാൻ. പക്ഷെ തുടക്കം അവിടെ നിന്നാണ്. അതാണ് ബ്രഹ്മസൂത്രത്തില് ആദ്യമേ പറയുന്നത് അധാതോ ബ്രഹ്മ ജിജ്ഞാസ. ഇങ്ങനെയാണ് ബ്രഹ്മസൂത്രം ആരംഭിക്കുന്നത്. തുടക്കം എവിടെയാണ്? ബ്രഹ്മത്തിനെ കുറിച്ച് ഒരു ജിജ്ഞാസ. ബ്രഹ്മം എന്താണെന്ന് അറിയണം. ഇത്രയും ഉജ്ജ്വലമായ തേജസ്, സുഖകരമായ അനുഭവം നൽകുന്ന ഈ ബ്രഹ്മം എന്താണ്? അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ അത് തുടക്കമാണ്, ഒടുക്കമല്ല. അവിടുന്ന് നമ്മൾ പുരോഗമിച്ച് പരമാത്മാവിലേക്കും പരമാത്മാവിൽ നിന്നും പുരോഗമിച്ച് നമ്മൾ ഭഗവാൻ എന്ന തലത്തിലേക്കും ചെല്ലണം. അപ്പോഴാണ് നമ്മുടെ ഈശ്വര സാക്ഷാത്കാരം പൂർണ്ണമാകുന്നത്. അപ്പൊ ഭഗവാനും ബ്രഹ്മത്തിനും എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാല്, ഭഗവാന് ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ വിഷ്ണു പുരാണത്തിൽ കാണുന്നുണ്ട്. പരാശര മുനിയാണ് ഡെഫിനിഷൻ കൊടുക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസാശ്രിയ ജ്ഞാനവൈരാഗ്യോശ്ചൈവ സന്നം ഭഗ ഇതിങ്കന. 6 ഗുണങ്ങൾ, ഐശ്വര്യം, യശസ്, വീര്യം, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇങ്ങനെ 6 തരം ഗുണങ്ങൾ ആരിലാണോ പരിപൂർണമായിട്ടും കാണുന്നത് ആ വ്യക്തിയാണ് ഭഗവാൻ. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വ്യക്തിയായിരിക്കും. ഇപ്പൊ ഒരാളെ നമ്മൾ നിർഗുണൻ എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ നിരാകാരനുമാണ്. അതാണ് നിർഗുണം നിരാകാര ബ്രഹ്മം എന്ന് ചിലരൊക്കെ പറയുന്നത്. കാരണം ഒരാൾക്ക് ഗുണമില്ലെങ്കിൽ പിന്നെ ആ വ്യക്തിക്ക് ആകാരം, ഒരു ഫോം, വ്യക്തിത്വം ഉണ്ടാവില്ല. ഗുണമുണ്ടെങ്കിൽ വ്യക്തിത്വം ഉണ്ടാവും, വ്യക്തിത്വം ഉണ്ടെങ്കിൽ ഗുണമുണ്ടാവും, ഇല്ലേ? അപ്പോ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ 6 ഗുണങ്ങളും പരിപൂർണമായിട്ട് ആരിലാണോ തികഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയാണ് ഭഗവാൻ. അപ്പൊ ഈ ഒരു പോയിന്റിന് പ്രഭുപാദര് അദ്ദേഹത്തിന്റെ ബുക്സിലൊക്കെ ഉടനീളം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അവ്യക്തിഗത ഭാവത്തിലേക്ക് പോകും. ഭഗവാൻ ഒരു ശക്തിയാണ്, ഒരു പ്രകാശമാണ് എന്നൊക്കെയുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ വഴുതി വീഴും. അപ്പൊ അത് പാടില്ല. ഭഗവാൻ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് ഗുണങ്ങളുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കൂ. ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഭഗവത് സേവയാണ്. അപ്പൊ ഒരു പ്രകാശത്തിനെ നമ്മൾ എങ്ങനെ സേവിക്കും? പ്രകാശത്തിന് ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, പ്രകാശത്തിന് വെഞ്ചാമരം വീശേണ്ട കാര്യമില്ലല്ലോ, പ്രകാശത്തിന് വസ്ത്രങ്ങൾ ധരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, പ്രകാശത്തിന് പൂമാലകൾ കൊണ്ട് അലങ്കരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സേവയെല്ലാം വരുന്നത് എപ്പോഴാണ്? ഭഗവാൻ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അപ്പൊ ആ ഒരു വ്യക്തി എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് നമ്മൾ ഒരിക്കലും താഴോട്ട് വരാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രഭുപാദർ ഇതിനെ എടുത്തെടുത്ത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അത് മാത്രമല്ല, ഈശോപനിഷത്തിലെ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഈശാവാസ്യം ഇതം സർവം ജഗത്യാം ജഗത്യേന ത്യക്വേന ഭുഞ്ജിതാം ആഗ്രത കശ്യസിദ്ധനം. ഇത് ഈശാവാസ്യം ഇതം സർവം, ഈ ലോകത്തില്, ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് എല്ലാം തന്നെ ഈശ്വരന്റേതാണ്
എന്ന് വെച്ചാല് ഇതിന്റെയൊക്കെ ഉടമസ്ഥൻ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രൊപ്പറേറ്റർ ഭഗവാനാണ്. ഇതൊന്നും നമ്മുടേതല്ല. നമ്മുടേതെന്നും നമ്മൾ വിചാരിച്ച് നമ്മുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന വീടും സ്ഥലവും 5 സെന്റ് പുരയിടവും ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മുടേതല്ല. നമ്മളൊക്കെ കള്ളന്മാരാണ്. ഇതെല്ലാം യഥാർത്ഥത്തില് ഭഗവാന്റേതാണ്. നമ്മൾ കള്ളപ്രമാണം ഉണ്ടാക്കി നമ്മുടെ പേരിലെന്ന് പറഞ്ഞിട്ട് പക്ഷെ ആസ്വദിക്കുന്നു എന്ന് മാത്രമല്ല, അത് നമ്മുടെ മക്കൾക്കും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോ ഈശോപനിഷത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു ഈശാവാസ്യം ഇതം സർവം, ഇതെല്ലാം ഭഗവാന്റേതാണ്. ഭഗവാനാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ ഉടനെ അദ്ദേഹം ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് ഉടമസ്ഥനാകാൻ പറ്റുള്ളൂ, പ്രകാശത്തിനൊരു ഉടമസ്ഥനാകാൻ പറ്റില്ല. അതുപോലെ ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? ഭോക്താരം യജ്ഞ തപസാം, എല്ലാറ്റിനെയും ആസ്വദിക്കുന്ന ആള്, പരമാസ്വാദകൻ, സുപ്രീം എൻജോയർ, അത് കൃഷ്ണനാണെന്ന് പറയുന്നു. അപ്പൊ ഒരു വ്യക്തിക്ക് മാത്രമേ എൻജോയർ ആകാൻ പറ്റൂ. ഭോക്താരം യജ്ഞ തപസാം. ഇനി സർവലോക മഹേശ്വരം, എല്ലാറ്റിൻ്റെയും മാസ്റ്റർ, യജമാനൻ അദ്ദേഹമാണെന്ന് പറയും. ഒരു വ്യക്തിക്ക് മാത്രമേ യജമാനനാകാൻ പറ്റുള്ളൂ. ഇനി അടുത്ത എന്താ പറയുന്നത്? സുഹൃതം സർവഭൂതാനാം, എല്ലാവരുടെയും ഉറ്റ സുഹൃത്ത് ഞാനാണെന്ന് ഭഗവാൻ പറയുന്നു. ഒരു വ്യക്തിക്ക് മാത്രമേ സുഹൃത്താകാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഭഗവത്ഗീതയിൽ നോക്കിയാലും ഈശോപനിഷത്തിൽ നോക്കിയാലും അല്ലെങ്കിൽ മറ്റ് ഭാഗവതം അവിടെയൊക്കെ നോക്കിയാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭഗവാൻ ഒരു വ്യക്തിയാണ്. അപ്പോ ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എത്രയോ വലിയ വലിയ ബുദ്ധിമാന്മാർ, ശാസ്ത്രങ്ങൾ പഠിച്ചവർ, ഉപനിഷത്തുകളിലൊക്കെ അഗാധമായ പഠനം നടത്തിയവരൊക്കെ ഇപ്പോഴും പറയുന്നത് ഈശ്വരൻ ഒരു പ്രകാശമാണ്, ബ്രഹ്മമാണ് എന്നൊക്കെയാണ്. പക്ഷെ ശ്രീല പ്രഭുപാദര് വളരെ കാരുണ്യത്തോടെ ഇസ്കോണിൽ വരുന്ന ഏതൊരാൾക്കും ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1-2 ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ, ഭാഗവതം ക്ലാസ്സോ ഭഗവത്ഗീത ക്ലാസ്സോ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രഭുപാദരുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ ഒരു 5 പേജ് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉടനെ മനസ്സിലാവും ഈശ്വരൻ ആരാണ്, അദ്ദേഹം വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്, അദ്ദേഹത്തിന്റെ അഡ്രസ്സ് എന്താണ്, അദ്ദേഹത്തിന് എന്താണ് ഇഷ്ടം അനിഷ്ടം എല്ലാം മനസ്സിലാവും. അപ്പൊ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സത്യം, ഏറ്റവും ഒരുപക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സത്യത്തെ ചില പ്രഭുപാദര് വളരെ എളുപ്പത്തിൽ നമുക്ക് വേണ്ടി വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു തന്നിരിക്കും. അപ്പോ ഈ ഒരു അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ, ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു ഗുണമുണ്ടാവണം. അതെന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ഇതം തൂതേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ. പ്രവക്ഷ്യാമി അനസൂയവേ എന്ന് പറയും. അസൂയ ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അസൂയ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്നൊരിക്കലും മനസ്സിലാവില്ല. അപ്പൊ അസൂയ പാടില്ല. അതാണ് ഭാഗവതത്തിലും പറയുന്നുണ്ട്, നിർമത്സരാണാം സദാ. ഭാഗവതം ആർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ മാത്സര്യ ബുദ്ധി എന്ന് വെച്ചാൽ അസൂയ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, അല്ലയോ അർജുന, ഏറ്റവും ഗുഹ്യമായിട്ടുള്ള ഈ സത്യം, രാജഗുഹ്യം, അത് ഞാൻ നിനക്ക് എന്താ തരുന്നത്? കാരണം അനസൂയവേ, നിന്റെ ഉള്ളില് എന്നെ കുറിച്ച് ഓർത്ത് യാതൊരു രീതിയിലുള്ള അസൂയയില്ല. അതുകൊണ്ടാണ് ഞാനിത് നിനക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലും നമുക്ക് അസൂയയുണ്ട്, മത്സര ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ യഥാർത്ഥ ഭാവത്തെ എത്ര പഠിച്ചാലും എത്ര കേട്ടാലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അസൂയ എന്ന ആ ഒരു നെഗറ്റീവ് എലിമെന്റിനെ പുറത്തു കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അതത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാന്മ പ്രപദ്യതേ. ബഹുനാം ജന്മനാമന്തേ, എത്രയോ ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് ഒരാൾക്ക് ഈ പരിപൂർണ ജ്ഞാനം കിട്ടുന്നത്. എന്താണ് ആ ജ്ഞാനം? ഭഗവാൻ ഒരു വ്യക്തിയാണ്, അതൊരു പ്രധാനപ്പെട്ട ജ്ഞാനമാണ്. ആ വ്യക്തിയുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ സേവകനാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ ഭഗവത് വ്യക്തിത്വം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ശ്രീല പ്രഭുപാദര് വളരെ കാരുണ്യപൂർവ്വം ആ ഒരു ഏറ്റവും ഉന്നതമായിട്ടുള്ള അറിവിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ പകർന്നു തന്നു. അപ്പൊ ഇതാണ് ഈ ഒരു പേജിന്റെ രത്ന ചുരുക്കം. നമുക്ക് അടുത്തത് 10-ാമത്തെ, ഇത് 9-ാമത്തെ പേജാണ് നമ്മളിപ്പോ നോക്കിയത്. അടുത്തത് 10-ാമത്തെ പേജ് നോക്കാം. അത് ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് ഇതുപോലെ എന്റെ സമ്മറി നമുക്ക് നോക്കാം. ഭഗവാൻ ചൈതന്യനാൽ 10 ദിവസത്തിലേറെ തുടർച്ചയായി പഠിപ്പിക്കപ്പെട്ട വിശ്വസ്ത ഭക്തനായ ശ്രീ രൂപഗോസ്വാമി എഴുതുന്നു,
നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാംനേ ഗൗരത്വിഷേ നമഃ. മറ്റേതൊരു അവതാരത്തെക്കാളും കൃഷ്ണനേക്കാൾ പോലും മഹാമനസ്കനായ ശ്രീകൃഷ്ണ ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എന്തെന്നാൽ മറ്റാരും ഒരിക്കലും നൽകിയിട്ടില്ലാത്തത് അവിടുന്ന് സമൃദ്ധമായി നൽകുന്നു. എന്താണ്? പരിശുദ്ധമായ കൃഷ്ണപ്രേമം. കൃഷ്ണന് ആത്മസമർപ്പണം ചെയ്യുന്ന തലത്തിൽ നിന്നാണ് ഭഗവാൻ ചൈതന്യന്റെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത്. അവിടുന്ന് കർമ്മയോഗത്തിന്റെയോ ജ്ഞാനയോഗത്തിന്റെയോ ഹഠയോഗത്തിന്റെയോ പാതകൾ പിന്തുടരുന്നില്ല. പകരം ഭൗതികാസ്തിത്വത്തിന്റെ അന്ത്യത്തിൽ ഒരുവൻ എല്ലാ ഭൗതിക ആകർഷണങ്ങളും ഉപേക്ഷിക്കുന്ന തലത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അവിടുത്തെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത് ആത്മാവിനെ ഭൗതിക പദാർത്ഥത്തിൽ നിന്ന് വേർതിരിച്ചറിയുന്നതിലൂടെയാണ്. 18-ാമത്തെ അധ്യായത്തിൽ ആത്മാവ് തനിക്ക് ഭക്തിയിൽ സ്വസമർപ്പണം ചെയ്യുന്ന തലത്തിൽ പര്യവസാനിപ്പിക്കുകയും ചെയ്യുന്നു. മായാവാദികളുടെ കാഴ്ചപ്പാടിൽ എല്ലാ സംഭാഷണങ്ങളും അതോടെ നിലയ്ക്കേണ്ടതാണ്. പക്ഷെ വാസ്തവം പറഞ്ഞാൽ ആ തലത്തിൽ യഥാർത്ഥ സംവാദം ആരംഭിക്കുന്നതേ ഉള്ളൂ. വേദാന്ത സൂത്രത്തിന്റെ പ്രാരംഭത്തിൽ പറയുന്നത് പോലെ അധാതോ ബ്രഹ്മജിജ്ഞാസ. ഇപ്പോൾ നമുക്ക് പരമസത്യത്തെ പറ്റി അന്വേഷിക്കാം. രൂപഗോസ്വാമി അപ്രകാരം ചൈതന്യ ഭഗവാനെ എല്ലാ അവതാരങ്ങളിലും വെച്ച് ഏറ്റവും ഉദാരമതിയായ അവതാരമെന്നും പുകഴ്ത്തുന്നു. കാരണം അവിടുന്ന് നമുക്ക് ഭക്തിയുത സേവനത്തിന്റെ ഏറ്റവും ഉന്നത രൂപം ഉപദേശിക്കുന്നതിലൂടെ ഏറ്റവും മഹത്തായ ഉപകാരം നൽകുന്നു. മറ്റു വാക്കുകളിൽ ഒരുവന് ചോദിക്കാനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടുന്ന് നമുക്ക് നൽകുന്നു. ഭക്തിയുത സേവനത്തിനും ഈശ്വര സാക്ഷാത്കാരത്തിനും വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. കർശനമായി പറഞ്ഞാൽ ഈശ്വരന്റെ അസ്തിത്വം അംഗീകരിക്കുന്ന ഏതൊരുവനും ഭക്തിയുത സേവനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദൈവം മഹാനാണെന്ന് അംഗീകരിക്കുന്നത് നല്ലൊരു തുടക്കമാണ്. അപ്പൊ ഇത് ഇനി അടുത്ത പേജിലേക്ക് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ഇതിന്റെ രത്നച്ചുരുക്കം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അതായത് ഇതില് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് ചോദിച്ചാൽ സ്വയം ഭഗവാനാണ്. അപ്പൊ അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മറ്റ് അവതാരങ്ങളിൽ നിന്നും ചൈതന്യ മഹാപ്രഭുവിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത്. അപ്പൊ എന്താണ് വ്യത്യസ്തനാക്കുന്നത് എന്ന് ചോദിച്ചാല് മറ്റ് ഒരു അവതാരവും നൽകാത്ത ഒരു വിലപ്പെട്ട ഉപഹാരം ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും നൽകുന്നുണ്ട്. മറ്റ് അവതാരങ്ങൾ എന്ന് പറഞ്ഞാല് ഭഗവാന് അസംഖ്യം അവതാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതത്തില് പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 24 അവതാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ അവതാരങ്ങളും വന്നിട്ട് മനുഷ്യരാശിക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ടെങ്കിലും മറ്റൊരു അവതാരവും നൽകാത്ത ഒരു ഉപകാരം ചൈതന്യ മഹാപ്രഭു നൽകി എന്ന് പറയുന്നു. അതെന്താണെന്ന് ചോദിച്ചാല് കൃഷ്ണപ്രേമം. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും ഭഗവത്ഗീത എല്ലാം പറഞ്ഞിട്ട് അവസാനം എന്താ പറയുന്നത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചക. നിന്റെ പാപങ്ങളൊക്കെ നീക്കി ഞാൻ നിനക്ക് മോക്ഷം വരളാമെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ചൈതന്യ മഹാപ്രഭു മോക്ഷത്തിനും മീതെ കൃഷ്ണപ്രേമമാണ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മഹാപ്രഭുവിനെ നമ്മൾ മഹാവദന്യായ, നമോ മഹാവദന്യായ എന്ന് പറയുന്നത്. വദന്യൻ എന്ന് പറഞ്ഞാൽ തന്നെ കാരുണ്യവാൻ എന്നാണ്. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനും കാരുണ്യവാനാണ്, നരസിംഹമൂർത്തിയും കാരുണ്യവാനാണ്, ശ്രീരാമനും കാരുണ്യവാനാണ്. പക്ഷെ അതുപോലെയുള്ള കാരുണ്യമല്ല ശ്രീ ചൈതന്യ മഹാപ്രഭുവിനുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ മഹാവദന്യായ, മഹാകാരുണ്യവാൻ. കാരണം എന്താണ്? മറ്റൊരു അവതാരത്തിലും നമുക്ക് ലഭിക്കാത്ത കൃഷ്ണപ്രേമം ചൈതന്യ മഹാപ്രഭുവാണ് നമുക്ക് പകർന്നു നൽകുന്നത്. അപ്പൊ ഈ കൃഷ്ണപ്രേമം നൽകുന്നു എന്ന് നമ്മൾ നിറയെ കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തിലാണ്, എത്രയോ വർഷങ്ങളായിട്ട് നമ്മളുണ്ട്. അപ്പൊ നമുക്കൊക്കെ അങ്ങനെ ഒരു പരിപൂർണമായിട്ടുള്ള കൃഷ്ണപ്രേമം വന്നോ എന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്തുകൊണ്ടാ വരാത്തത് എന്ന് ചോദിച്ചാല് ഈ കൃഷ്ണപ്രേമം എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ അറിയാം. കൃഷ്ണപ്രേമം നൽകുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെയാണ്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു വന്നിട്ടാണ് കലിയുഗ ധർമ്മമായ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ എല്ലാവർക്കും നൽകിയത്. അപ്പൊ നമുക്ക് ഈ കൃഷ്ണപ്രേമം എങ്ങനെയാ കിട്ടുന്നത്? നമ്മളൊരു അമ്പലത്തിൽ പോയാൽ, കൃഷ്ണന്റെ അമ്പലത്തിൽ ചെന്നിട്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഭഗവാന്റെ മുന്നിൽ നിന്നാൽ ആ വിഗ്രഹത്തിൽ നിന്ന് കൃഷ്ണപ്രേമം നമ്മിലേക്ക് ഒഴുകിയെത്തുമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. കൃഷ്ണപ്രേമം കലിയുഗത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഒരു മാർഗം പറഞ്ഞു തന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പോ കൃഷ്ണപ്രേമത്തെ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കേണ്ടത് ഓരോ സാധകന്റെയും ഉത്തരവാദിത്വമാണ്. അത് ചൈതന്യ മഹാപ്രഭു നമുക്ക് വേണ്ടി ചെയ്തു തരില്ല. ഇപ്പൊ അമ്മയ്ക്ക് നമ്മളോട് വലിയ സ്നേഹമാണ്. അപ്പൊ നമുക്ക് വിശക്കുമ്പോ
അമ്മ രുചിയേറിയ പോഷക സമൃദ്ധമായ ഭക്ഷണ സാധനങ്ങൾ കഷ്ടപ്പെട്ട് അടുക്കളയിൽ പോയിട്ട് പാചകം ചെയ്ത് നമ്മുടെ മുന്നിൽ വെച്ച് തരും. പക്ഷെ അതെടുത്ത് കഴിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം അത് അങ്ങേയറ്റം അമൂല്യമായിട്ടുള്ള ഒരു ഉപകാരമാണ്. അത് നമുക്ക് ചൈതന്യ മഹാപ്രഭു ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അതിന് ചാർജ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ യോഗ്യതയൊന്നും നോക്കിയിട്ടില്ല. നമുക്ക് വേദപാണ്ഡിത്യം ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല. നമുക്ക് പരിശുദ്ധി ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല. നമ്മൾ ഭാരതത്തിൽ ജനിച്ചവരാണോ നോക്കിയിട്ടില്ല. സ്ത്രീയാണോ നോക്കിയിട്ടില്ല. പുരുഷനാണോ നോക്കിയിട്ടില്ല. വളരെ സുലഭമായിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ കൃഷ്ണപ്രേമത്തിനകത്ത് നിന്ന്, അല്ലെങ്കിൽ ആ കൃഷ്ണപ്രേമം ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനുള്ളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുള്ളൂ. അപ്പൊ അതിനാണ് 10 അപരാധങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ 10 അപരാധങ്ങൾ ഒഴിവാക്കി നാമം ജപിക്കണം. എങ്കിൽ മാത്രമാണ് കൃഷ്ണപ്രേമം നമ്മുടെ ഹൃദയത്തിൽ ഉണർന്നു വരുന്നത്. അപ്പോ മഹാപ്രഭു കൃഷ്ണപ്രേമത്തിനുള്ള ആ ഒരു ടൂൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഉപകരണം നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ എങ്ങനെ ഉപയോഗിക്കണം, എത്ര ഫലവത്തായിട്ട് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. വളരെ തുച്ഛമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണമെങ്കിൽ കൃഷ്ണപ്രേമത്തെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ ഉപയോഗിക്കാം. ഇപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഞാൻ ജപിക്കുന്നു, എനിക്ക് നാളത്തെ പരീക്ഷ പാസ്സാവും, വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ബസ് ഇതുവരെ വന്നില്ല, ബസ് പെട്ടെന്ന് വരണം എന്ന് വിചാരിക്കാം. അതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അതൊക്കെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ തുച്ഛമായ ഉപയോഗങ്ങളാണ്. അതായത് ഒരു ചരിത്രത്തിൽ പറയുന്നത് ഈ 1-ാം ലോകമഹായുദ്ധമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോ ഒരു വാർ പ്ലെയിൻ, ഒരു പോർ വിമാനം, അത് ഒരു കാട്ടില് യന്ത്ര തകരാറ് കാരണം അത് ലാൻഡ് ചെയ്തു, ഒരു കൊടുങ്കാട്ടില്. അപ്പൊ പൈലറ്റ്, അതായത് ഈ ഫ്ലൈറ്റിന് എന്തെങ്കിലും കേട് വരുമ്പോൾ പൈലറ്റിന് സെൽഫ് എജക്ട് സിസ്റ്റം ഉണ്ട്. അത് ചെയ്ത് പൈലറ്റ് രക്ഷപ്പെട്ടു, പ്ലെയിൻ ഇങ്ങനെ കാട്ടിൽ വീണു. അപ്പോ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഇവര് ഇത് അന്വേഷിച്ചു വരികയാണ്. ഈ പ്ലെയിൻ, ഇങ്ങനെ ഒരു വാർ പ്ലെയിൻ കാണാതായി. അപ്പൊ ഇത് എവിടെയാണ്, അതിനൊന്ന് വീണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചു വന്നപ്പോ ഈ കാട്ടിൽ ഇവർ കണ്ടെത്തി, ഏതോ ആഫ്രിക്കൻ വനാന്തരങ്ങളിലാണ് അത് വീണ് കിടന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോ എത്രയോ കോടിക്കണക്കിന് ഡോളർ വിലമതിപ്പുള്ള, എത്രയോ വേഗത്തിൽ പറക്കാൻ സാധിക്കുന്ന, എത്രയോ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ആ ഒരു പോർ വിമാനത്തെ അവിടുത്തെ കാട്ടുജാതിക്കാര് തുണി ഉണക്കാനും കുട്ടികൾക്ക് കയറിയിരുന്ന് കളിക്കാനും ഒക്കെയാണ് ആ വില കൂടിയ ആ ഒരു പോർ വിമാനത്തെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ പോർ വിമാനത്തിന്റെ മുകളില് തോർത്തും മുണ്ടും ഒക്കെ വിരിച്ചിട്ടാൽ അത് ഉണങ്ങില്ലെന്ന് വെച്ചാൽ അത് ഉണങ്ങി കിട്ടും. അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ കുട്ടികൾക്ക് അതിന്റെ പുറത്ത് കയറിയിരുന്ന് കളിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിനും ഉപയോഗിക്കാം. പക്ഷെ അതിനാണോ പോർ വിമാനം? അല്ലെ? അപ്പൊ അതുപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു ഉപഹാരമാണ്, ഏറ്റവും ശക്തിയുള്ളതാണ്. അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമുക്ക് കൃഷ്ണപ്രേമം നമ്മുടെ ഹൃദയത്തിൽ ഉണരുന്നോ ഇല്ലയോ എന്നുള്ളത്. മഹാപ്രഭു വളരെ കാരുണ്യപൂർവ്വം ഈ മഹാമന്ത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കൃഷ്ണപ്രേമം നേടിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ശ്രീല പ്രഭുപാദര് ഒരിക്കലും ഒരു ആർട്ടിക്കിൾ എഴുതി. അപ്പൊ അതിൽ അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസംഗത്തെ കോട്ട് ചെയ്യുന്നുണ്ട്. അത് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ കുറച്ച് മെഡിക്കോസ്, അതായത് ഡോക്ടേഴ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഈ ശരീരത്തിന്റെ അസുഖത്തിനെ മാത്രം കണ്ടെത്തി ചികിത്സിച്ചാൽ പോരാ, മനസ്സിന്റെ അസുഖത്തെയും കണ്ടെത്തണം. കാരണം മനസ്സിന് അസുഖം ബാധിച്ചാൽ ശരീരത്തിന് സ്വാഭാവികമായിട്ട് അസുഖം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്, ആദി വ്യാധി എന്ന് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. വ്യാധി എന്ന് പറയുന്നത് ശരീരത്തിന്റെ അസുഖമാണ്, ആദി എന്ന് പറയുന്നത് മനസ്സിന്റെ അസുഖമാണ്. ഈ മനസ്സിന്റെ അസുഖത്തിനെ കണ്ടെത്തി ചികിത്സിക്കണം, അത് വളരെ പ്രധാനമാണെന്ന് അപ്പോ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശ്രീല പ്രഭുപാദര് അത് കോട്ട് ചെയ്തിട്ട് ആ ആർട്ടിക്കിളിൽ എഴുതുന്നു, യഥാർത്ഥത്തില് ഈ മനസ്സിന്റെ വ്യാധിയെ ചൈതന്യ മഹാപ്രഭു കണ്ടെത്തി കഴിഞ്ഞു. അദ്ദേഹം രചിച്ച ശിക്ഷാഷ്ടകത്തിലെ ആദ്യത്തെ ലൈൻ തന്നെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്? ചേതോദർപ്പണമാർജനം. ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ്. ആ മനസ്സാകുന്ന കണ്ണാടിയിൽ അഴുക്കുണ്ട്, ആ അസുഖമുണ്ട്, അതിനെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനെന്താണ് വഴിയെന്നാണ് ചൈതന്യ മഹാപ്രഭു ശിക്ഷാഷ്ടകത്തില് പറയുന്നത്. അപ്പോ ശ്രീല പ്രഭുപാദര് പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു ഇത് ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. എന്താണ് അസുഖം, എവിടെയാണ് അസുഖം, അതിനുള്ള പോംവഴി എന്താണ്, എല്ലാം അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട്
എല്ലാവരും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളും നല്ല ഉന്നത പദവിയിലിരിക്കുന്നവരും ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികളുമൊക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങളെ എല്ലായിടത്തും പ്രചരിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ സാധിക്കൂ എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്കോണൊക്കെ ഫോം ചെയ്യുന്നതിന് മുമ്പ് ശീല പ്രഭുപാദർ എഴുതിയിട്ടുണ്ട്. അപ്പോ ചൈതന്യ മഹാപ്രഭു ഒരു ഇതേ രചിച്ചിട്ടുള്ളൂ, ആപ്പാടെ 8 ശ്ലോകങ്ങളെ അത് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് എല്ലാം ഉണ്ട്. ഈ ലോകത്തിന്റെ ഈ ജനങ്ങളുടെ സദ്ഗതിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട് എന്ന് ശീല പ്രഭുപാദർ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി അടുത്തത് 11-ാമത്തെ പേജാണ്. സമയം കുറവ്. ഓക്കെ, നമുക്കൊന്ന് വേഗത്തിൽ വായിക്കാം. എന്നാൽ അതുകൊണ്ട് മാത്രം പോരാ, നമുക്ക് ഈശ്വരനുമായ ഒരു ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഈശ്വരന്റെ സുഹൃത്തോ രക്ഷിതാവോ അല്ലെങ്കിൽ കാമുകനോ ആയിത്തീരാനും കഴിയുമെന്ന് ആചാര്യൻ എന്ന നിലയിൽ ചൈതന്യ മഹാപ്രഭു നമ്മെ പഠിപ്പിക്കുന്നു. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്റെ വിശ്വരൂപം അർജുനനെ ദർശിപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ അർജുനൻ അവിടുത്തെ പരമപ്രിയ മിത്രമായിരുന്നു. കൃഷ്ണനെ വിശ്വപ്രപഞ്ചത്തിന്റെ ഈശ്വരനായി ദർശിച്ചതിന് ശേഷം അർജുനൻ തന്റെ സുഹൃത്ത് ബന്ധത്തിന്റെ സുപരിചിതത്വം മൂലം ചെയ്തു പോയതെല്ലാം പൊറുക്കണമെന്ന് കൃഷ്ണനോട് അഭ്യർത്ഥിച്ചു. ശ്രീ ചൈതന്യൻ ഈ ബന്ധത്തിന്റെയും നിലവാരത്തെ അതിക്രമിക്കുന്നു. ശ്രീ ചൈതന്യനിലൂടെ നമുക്ക് കൃഷ്ണന്റെ സുഹൃത്തുക്കളാകാൻ കഴിയും. ആ ബന്ധത്തിന് യാതൊരു പരിമിതിയും ഇല്ലാത്ത രീതിയിൽ കേവലം ഭയഭക്തിയാലോ ആരാധനാഭാവത്തോടെയോ അല്ല, സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തന്നെ നമുക്ക് കൃഷ്ണനോട് സുഹൃത്ത് ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഭഗവാനോട് മാതൃഭാവത്തിലും പിതൃഭാവത്തിലും വാത്സല്യബന്ധം പുലർത്താനും നമുക്ക് സാധിക്കും. ഇത് ചൈതന്യ ചരിതാമൃതത്തിന്റെ മാത്രമല്ല, ശ്രീമദ് ഭാഗവതത്തിന്റെയും തത്വശാസ്ത്രമാകുന്നു. ഈശ്വരനെ ഒരു ഭക്തന്റെ പുത്രൻ എന്ന നിലയിൽ കാണാൻ കഴിയുന്ന മറ്റൊരു തത്വശാസ്ത്രം ലോകത്തിൽ എവിടെയുമില്ല. സാധാരണയായി ഈശ്വരൻ തന്റെ പുത്രന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പിതാവായാണ് കരുതപ്പെടുന്നത്. എന്നാൽ മഹാഭക്തന്മാർ അവരുടെ ഭക്തിയുത നിർവഹണത്തിൽ ചിലപ്പോൾ ഈശ്വരനെ അവരുടെ പുത്രനായി കാണുന്നു. പുത്രൻ ആവശ്യപ്പെടുന്നു, മാതാപിതാക്കൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അപ്രകാരം കൃഷ്ണൻ ആവശ്യപ്പെടുന്നത് നൽകുമ്പോൾ ഭക്തൻ ഒരു പിതാവിനെയോ മാതാവിനെയോ പോലെ ആയിത്തീരുന്നു. ഇങ്ങോട്ടൊന്നും കാക്ഷിക്കാതെ ഇവിടെ നാം ഈശ്വരന് അങ്ങോട്ട് നൽകുകയാണ്. കൃഷ്ണന്റെ മാതാവായ യശോദ ഈ ബന്ധത്തിലാണ് കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞത്: ഇത് ഭക്ഷിക്കൂ, അല്ലെങ്കിൽ നീ മരിച്ചു പോകും, നന്നായി ഭക്ഷിക്കൂ. ഈ വിധത്തിൽ എല്ലാ ചിന്തയും ഉടമസ്ഥനെങ്കിലും അവിടുന്ന് ഭക്തന്മാരുടെ കാരുണ്യത്തെ ആശ്രയിക്കുന്നു. താൻ കൃഷ്ണന്റെ പിതാവോ മാതാവോ ആണെന്ന് ഒരു ഭക്തൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഈ ബന്ധം അസാധാരണമാം വിധം ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. അപ്പൊ ഇതിവിടെ തുടക്കത്തിൽ പ്രഭുപാദർ പറയുന്നു, ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത് ഈശ്വരൻ ഉണ്ടെന്ന് അംഗീകരിക്കുന്നതാണ്. രണ്ടാമത് ഈശ്വരൻ മഹാനാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈശ്വരനോട് ഒരു ഭയഭക്തി തോന്നുന്നു. ഇതൊക്കെ നല്ലതാണ്. തുടക്കത്തിലെ പ്രാരംഭ നടപടികൾ എന്നുള്ള രീതിയിൽ ഇതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ ഇവിടെ സ്റ്റക്കാവാൻ പാടില്ല. ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈശ്വരനോട് ഒരു ഭയഭക്തിയാണ് വെച്ച് പുലർത്തുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയമാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ എന്നെ ശിക്ഷിക്കുന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ജയിലർ പോലെയാണ് ഈശ്വരൻ. വളരെ സ്ട്രിക്റ്റ് ആണ്. അദ്ദേഹത്തിന് ആരോടും ഒരു കാരുണ്യവും ഇല്ല, ആരോടും പ്രത്യേകിച്ചും മമതാ ബന്ധമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് പലരും ഈശ്വരനെ കാണുന്നത്. ഇനി വേറെ ചിലർ എങ്ങനെയാ ഈശ്വരനെ കാണുന്നതെന്ന് ചോദിച്ചാൽ, ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മുകളിൽ എവിടെയോ ഇരിക്കുന്ന ആളാണ്. എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഓടിച്ചെല്ലാനുള്ള ഒരു വ്യക്തി. അല്ലെങ്കിൽ നമ്മൾ ATM എന്നൊക്കെ പറയില്ലേ, പലരുടെ വീട്ടിലും അച്ഛന്മാരാണ് ATM. മക്കൾക്കോ ഭാര്യയ്ക്കോ കാശിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു ATM ഉണ്ട്. അവിടെ ചെന്ന് ചോദിച്ചാൽ മതി, കാശ് വരും. അപ്പൊ അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിരിക്കുന്ന ഒരാള്, അങ്ങനെയൊക്കെയാണ് ചിലർ കരുതുന്നത്. പക്ഷേ തുടക്കത്തിൽ അതൊക്കെ നല്ലതാണ്. ഈശ്വരനെ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷെ അതിൽ നിന്നും നമ്മൾ പുരോഗമിക്കണം. അതെങ്ങനെയെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് പറഞ്ഞു തരുന്നത്. അതായത് ഭഗവാനുമായിട്ട് നമുക്കൊരു വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരുന്നത് ഈ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ശിക്ഷണങ്ങളിലൂടെയാണ്. ചൈതന്യ മഹാപ്രഭുവാണ് എന്ന് പറയുന്നത് നമുക്ക് ഭഗവാനെ ഭയക്കണ്ട, ഭഗവാനെ പ്രേമിക്കുകയാണ് വേണ്ടത്, ഭഗവാനെ സ്നേഹിക്കുകയാണ് വേണ്ടത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ സ്നേഹിക്കുക എന്ന് ചോദിച്ചാൽ, ഭഗവാനുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. അത് നമുക്ക് ആരാണോ നമുക്ക് അടുത്ത ബന്ധമുള്ളത് അവരോടായിരിക്കും നമുക്ക് സ്നേഹം തോന്നുക. അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഒരു ബന്ധമില്ലാത്ത ആളിനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കും? ഇപ്പൊ നമ്മൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, അടുത്ത് കുറെ യാത്രക്കാരിപ്പുണ്ട്. അവരെ കാണുന്നു, നമ്മൾ ചിരിക്കുന്നു, ചിലപ്പോൾ പേരെന്താണ്, നാട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ അവരെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല. കാരണം എന്താണ്? നമുക്ക് അവരുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു, അച്ഛനെ സ്നേഹിക്കുന്നു, ഭർത്താവിനെ, ഭാര്യയെ, ബന്ധുക്കളെ, ഇവരെയൊക്കെ നമ്മൾ എന്തിനാ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുമായിട്ട് നമുക്കൊരു ബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതേപോലെ ഭഗവാനുമായിട്ട് നമുക്ക് സ്നേഹം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മൾ
ഭഗവാനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അത് ഏത് രീതിയിലുള്ള ബന്ധവും ആവാം. ശാന്തരസം, അതിനെ രസം എന്ന് പറയും. ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം, പ്രധാനമായിട്ടും 5 രസങ്ങൾ. ഇതിൽ ഏത് ഒരു രസത്തിലൂടെയും ബന്ധത്തിലൂടെയും നമുക്ക് ഭഗവാനുമായിട്ട് പ്രേമഭക്തി ഉണ്ടാക്കിയെടുക്കാം എന്നുകൂടി ഇവിടെ പറയുന്നു. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് ഭഗവാനുമായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡേ മാറും. സാധാരണഗതിയിൽ ജനങ്ങൾ എന്താ പറയുന്നത്? ഓ ലോർഡ് പ്ലീസ് ഗീവ് മീ ബ്രെഡ് അതർവൈസ് ഐ വിൽ ഡൈ എന്നാണ് സാധാരണ ആൾക്കാർ പറയുന്നത്. പക്ഷെ ഉത്തമ ഭക്തന്മാർ എന്താ വിചാരിക്കുന്നത്? ഞാൻ ഭഗവാൻ ആഹാരം കൊടുത്തില്ലെങ്കിൽ ഭഗവാൻ പട്ടിണി കിടന്ന് ഭഗവാൻ മരിച്ചു പോകും. ഇപ്പൊ യശോദമ്മ അങ്ങനെയാ പറയുന്നത്, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറ്റും, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക എന്ന് യശോദമ്മ നിർബന്ധിച്ച് ശ്രീകൃഷ്ണനെ ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കും ഭഗവാനുമായിട്ട് ഒരു പ്രേമബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ സ്നേഹിക്കാൻ സാധിക്കൂ എന്നിവിടെ പറയുന്നു. നമുക്കിവിടെ അവസാനിപ്പിക്കാം. ജയ് ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. വളരെ നന്ദി പ്രഭുജി, വളരെ നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രഭുവിനോട് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രഭുവിനോട് ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.